രജിസ്ട്രാർ കൃത്യമായി ഷെഡ്യൂൾ ചെയ്ത ഒരു പ്രോഗ്രാമാണ്. അതിൽ പങ്കെടുക്കേണ്ടത് നിയമപരമായ ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണ്. സഹകരണ നിയമത്തിലെ ചട്ടം 185 പ്രകാരം ഈ ഒരു പരിശീലന പരിപാടി പൂർത്തിയാക്കുക എന്നത് സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ. വ്യാപകമായി സഹകരണ മേഖല ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ആഴ്ച ഇന്ത്യയിൽ വെച്ചാണ് ICAയുടെ ഇന്റർനാഷണൽ കോൺഫറൻസ് നടന്നത്. നിങ്ങൾക്കറിയാം, 2025 അന്താരാഷ്ട്ര സഹകരണ വർഷമായി ആചരിക്കാൻ വേണ്ടി പോകുന്നു. അതിന്റെ ഒഫീഷ്യൽ ഡിക്ലറേഷനാണ് ഡൽഹിയിൽ വെച്ച് പ്രൈം മിനിസ്റ്റർ നടത്തിയത്. നോ വൺ ലെഫ്റ്റ് ബിഹൈൻഡ് എന്ന വലിയൊരു ലോഗോയാണ് ICA മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ കേരളത്തിലെ കോപ്പറേറ്റീവ്സും ഇതിൽ നിന്നൊന്നും മാറി നിൽക്കാൻ പറ്റില്ല. ദേശീയ സഹകരണ നയം ഇതിന്റെ പുറകെ തന്നെ ഉണ്ട്. സഹകരണ മേഖലയ്ക്ക് സ്വന്തമായ ഒരു യൂണിവേഴ്സിറ്റി പ്രപ്പോസ് ചെയ്തിരിക്കുന്ന ദേശീയ സഹകരണ നയം വരുന്നു. ഡീപ് റൂട്ടഡ് കോപ്പറേറ്റീവ് സെക്ടർ ഷാൾ ബി ഡെവലപ്ഡ് ആൻഡ് ഗ്രോ, എൻഷുർ ദ ഗ്രോത്ത്. സഹകരണ മേഖല അത്രയും വ്യാപകമായി ആഴത്തിൽ വേരോടിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. അതിന്റെ ചുക്കാൻ പിടിക്കുന്ന ആളുകളാണ് നിങ്ങൾ ഓരോരുത്തരും. ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് നേരിട്ട് പല വിഷയങ്ങളിലും അഭിമുഖീകരിക്കാനുണ്ട്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. നിങ്ങളെല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് കോർഡിനേറ്റർ സ്വാഗതം ചെയ്തതിന് പുറമെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി ഒന്നുകൂടി നിങ്ങൾ ഓരോരുത്തരെയും പേരെടുത്ത് പറഞ്ഞ് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിന്റെ ഒഫീഷ്യൽ ഇനാഗുറേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ഡയറക്ടർ ഡോക്ടർ AK സക്കീർ ഹുസൈൻ അവരെ ക്ഷണിക്കുന്നു. താങ്ക് യു. ലോകത്തിലുള്ള മാറ്റങ്ങളെല്ലാം ശരിക്കും വന്ന് മനസ്സിലാക്കാനും, നമ്മളുടെ ക്രൈസിസ് മനസ്സിലാക്കാനും, ഓപ്പറേഷൻ സൈഡിലുള്ള മാറ്റങ്ങൾ വന്ന് മനസ്സിലാക്കാനും, പിന്നെ നമുക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാനും ഉള്ള ഒരു വിഷയം മാത്രമല്ല, നമ്മളുടെ സ്ട്രാറ്റജീസ് വന്ന് നമ്മൾ വന്ന് മാറ്റിക്കൊണ്ടേയിരിക്കണം. ഒരേപോലുള്ള ഒരു തീരുമാനം പെർമനന്റായിട്ട് വന്ന് ഒരു സ്ഥാപനത്തിൽ നടപ്പാക്കാൻ കഴിയില്ല. ബാങ്കിങ് ബിസിനസ് വന്ന് കൂടുതൽ മത്സരമുള്ള ഒരു സെക്ടറായിട്ട് ഉള്ളത് കൊണ്ട് നമ്മൾ വന്ന് വർഷം നമ്മുടെ സ്ട്രാറ്റജിയെ വന്ന് ഫ്രെയിം ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് അതുകൊണ്ടാണ് ഏർപ്പാടുകൾ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമാണ് ഈ ഒരു ബാങ്കിങ് സെക്ടറിൽ പിടിച്ചിരിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സമയത്തിൽ ആർക്കാണ് കൂടുതലായിട്ടുള്ള ഉത്തരവാദം പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർവൈസറി കേഡറായിട്ടുള്ള നിങ്ങൾക്കാണ് കൂടുതൽ ഉത്തരവാദം. ശരിക്കും ക്രൈസിസ് നിങ്ങൾ മാനേജ് ചെയ്യാൻ ആവശ്യമാണ്. ക്രൈസിസ് മാനേജ്മെന്റ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ഡേ ടു ഡേ നിങ്ങൾ ക്രൈസിസ് മാനേജ് ചെയ്യാൻ തയ്യാറായാൽ മാത്രമാണ് ഈ ഒരു സെക്ടർ വന്ന് നമ്മൾ പിടിച്ചിരിക്കാൻ പറ്റും. അത് ആ ഒരു പർപ്പസിന് വേണ്ടി ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഒരു ചെറിയ ഒരു മോട്ടിവേഷൻ ആയിട്ട്, ചെറിയ ഒരു പുഷ് കൊടുക്കുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാം ആയിട്ട് ഉണ്ടാവും. ഈ 6 ദിവസവും മാക്സിമം ഈ നിങ്ങൾ കിട്ടുന്ന സമയത്ത് വന്ന് മാക്സിമം നിങ്ങൾ ഉപയോഗപ്പെടുത്തി ഇവിടെ ഉള്ള പല എക്സ്പെർട്ടൈസ് ഉണ്ട്, അവരുടെ അനുഭവങ്ങളെ നിങ്ങളെ വന്ന് വാങ്ങിച്ച് നിങ്ങളുടെ സ്ഥാപനത്തിൽ വന്ന് മാറ്റങ്ങൾ കൊണ്ടുവരാനും പ്രതിസന്ധികളെ കൈകാര്യം ചെയ്യാനും നാളത്തെ പ്രതിസന്ധികളെ വരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള റിസോഴ്സ് പൂൾ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കാനും നിങ്ങൾ എല്ലാവർക്കും കഴിയട്ടെ ആശംസിച്ചുകൊണ്ട് നല്ല ഒരു 6 ദിവസത്തിന്റെ ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ദിവസങ്ങളായിട്ട് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ നിങ്ങൾ എല്ലാവർക്കും കിട്ടട്ടെ ആശംസിച്ചുകൊണ്ട് ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. വളരെ സന്തോഷമുണ്ട്. കാരണം അങ്ങോട്ടേ നോക്കുന്ന സമയത്ത് തന്നെ നല്ല പരിചയമുള്ള എനർജി തരുന്ന ഒരു പോസിറ്റീവ് വൈബിന്റെ കുറെ മുഖങ്ങൾ കാണാം.